മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണി കണ്ണൻ്റെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. കണ്ണൻ എല്ലാവരിൽ നിന്നും സത്യങ്ങൾ മറച്ചു വെച്ചേക്കാണെങ്കിലും കണ്ണൻ്റെ ചില പെരുമാറ്റത്തിൽ നിന്നും ഉണ്ണിക്ക് സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പൂജ നടക്കുന്ന വിവരം പുറത്ത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഈ മാർക്കോ ആ വിവരങ്ങൾ അറിഞ്ഞ് അവിടെ എത്തി കൃത്യസമയത്ത് പൂജ മുടക്കുകയും കൂടി ചെയ്യുമ്പം ഉണ്ണിക്ക് ബലമായ സംശയമുണ്ട്. മറ്റുള്ളവരാരും സംശയിക്കണില്ലെങ്കിലും ഉണ്ണിയുടെ മനസ്സിൽ മാർക്കോയുടെ വരവിനെക്കുറിച്ചൊക്കെ നല്ല സംശയം തന്നെയുണ്ട്. ഇതേസമയം മാർക്കോ പോയി കഴിഞ്ഞതും ഉണ്ണിയാണെങ്കിൽ ആ സംശയത്തോടുകൂടി തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് വാമദേവനും ഈ സീമന്തിനിയും കൂടി ഞങ്ങളൊന്നാ പോട്ടെ ദുർഗയെന്ന് പറയുമ്പം ഈ സീമന്തിനി പറയുന്നുണ്ട്, ആ മന്ത്രവാദി എന്തൊക്കെയാണ് വാമേട്ട പറഞ്ഞത്? ഇവിടെ ആർക്കോ ഒരാൾക്ക് വിശ്വേട്ടനോട് ശത്രുതയുണ്ട്, വിശ്വേട്ടനക്ക് തിരിച്ചുമുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതാരായിരിക്കും? ഇനി വാമേട്ടനെങ്ങാനും ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പം വാമദേവൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ദുർഗയെ പറയുന്നത്? എന്നോട് എന്തിനാ വിശ്വനാഥന് ശത്രുത? ഞങ്ങൾ അത്രയ്ക്കും നല്ല ബന്ധത്തിലല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആ തിരുമേനി എന്താ അങ്ങനെ പറഞ്ഞത്? വിശ്വേട്ടൻ്റെ മരണത്തിൽ സംശയമുള്ളതുപോലെയാണല്ലോ അയാൾ പറഞ്ഞത്. അത് സാധാരണ ആക്സിഡൻ്റ് അല്ല, ഒരു കൊലപാതക ശ്രമം എന്നുള്ള രീതിയിൽ സംസാരിച്ചല്ലോ. അതൊക്കെ എന്താ വാമേട്ട? എന്തായാലും എന്നോടും ഉണ്ണീനോടും വേറെ ആരോടും വിശ്വേട്ടന് ശത്രുതയില്ല, പിന്നെ ശത്രുത വാമേട്ടനോടും ഇല്ല, പിന്നെ എന്താ തിരുമേനി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് അയാൾക്ക് തോന്നിയതായിരിക്കും. എന്തായാലും അയാൾ അത്ര നല്ല മന്ത്രവാദിയാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. അതെന്താ വാമേട്ടൻ അങ്ങനെ പറഞ്ഞ? അയാൾ പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് സത്യം? അയാൾ പറഞ്ഞതുപോലെ ഇവിടെ ആരോടെങ്കിലും വിശ്വനാഥന് ശത്രുതയുള്ളതായിട്ട് ദുർഗയ്ക്ക് അറിയുമെന്ന്. അത് ശരിയല്ലോ വാമേട്ട, അതാ ഞാനും ആലോചിക്കണം. അങ്ങനെ ആർക്കും ശത്രുതയുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ അയാൾ പറഞ്ഞില്ലേ ഉണ്ണിയാണോ ശത്രുന്ന്? അപ്പോൾ പിന്നെ അയാൾക്ക് ബോധമില്ലാന്ന് മനസ്സിലാക്കാൻ പാടില്ലേ? ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും ആ മാർക്കോ എങ്ങനെ വന്നു? അതും ആ മാർക്കോയ്ക്ക് ആരും ഒരു പേടിയില്ലല്ലോ അമ്മേട്ട. ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ഇങ്ങനെയൊക്കെ വരാൻ മറ്റുള്ളവർക്ക് പേടിയാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനിൽ പ്രേതം ഉണ്ടെന്നല്ലേ ആ മന്ത്രവാദി പറഞ്ഞത്. ഇനിയിപ്പോൾ വിശ്വനാഥൻ്റെ പ്രേതം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതെന്തിനാ വിശ്വേട്ടൻ അവൻ്റെ കൂടെ കൂടണേന്ന് ചോദിക്കുമ്പോൾ ഈ വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും കണ്ണനെ രക്ഷിക്കാനല്ലേ വിശ്വനാഥൻ എപ്പോഴും ശ്രമിക്കുള്ളൂ. നമ്മളെന്തായാലും കണ്ണനെ അപായപ്പെടുത്താൻ നോക്കുന്നവരല്ലേ. അതുകൊണ്ടായിരിക്കും ഈ വിശ്വനാഥ മാർക്കോയുമായി ചേർന്ന് എല്ലാ ആപത്തിൽ നിന്നും ആ കണ്ണനെ മഹാലക്ഷ്മിയെ രക്ഷിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാമേട്ടാന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഒരു പൂജയോ മന്ത്രവാദമോ ഒന്നും നടത്താൻ സാധിക്കില്ല. അതിനി മാർക്കോ സമ്മതിക്കോ ഇല്ലാന്ന്. ഇതേ സമയം നമ്മളുടെ കരുണ ഉണ്ണിയുടെ പുറകെ തന്നെ റൂമിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഉണ്ണിയാണെങ്കിൽ കരുണയൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്താ ആലോചിക്കുമെന്ന് ചോദിക്കുമ്പം അതല്ല കരുണ, ഞാൻ ആലോചിക്കുമായിരുന്നു വേറെ ആർക്കും അറിയാത്ത ഈ ഒരു പൂജയുടെ കാര്യം എങ്ങനെയാണ് മാർക്കോ അറിഞ്ഞതെന്ന്. ആ സമയം കരുണ പറയുന്നുണ്ട്, അത് മാർക്കോ തന്നെ പറഞ്ഞല്ലോ മഹാലക്ഷ്മി പറഞ്ഞിട്ടാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, മഹാലക്ഷ്മി അറിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ പൂജ നടത്തുന്ന കാര്യം. ഇനിയിപ്പോൾ അത് അമ്മയെങ്ങാനും പറഞ്ഞ് അവൾ അറിഞ്ഞതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ അമ്മയ്ക്ക് അറിയോ ഈ കാര്യങ്ങളെന്ന്? അത് ചിലപ്പോൾ അച്ഛനും മുത്തശ്ശിയും പറയണത് കേട്ടതായിരിക്കും. ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. അച്ഛനാണെങ്കിൽ അവിടെ ആകെ പേടിച്ച് വിറച്ചിരിക്കുക. ഇന്നലെ രാത്രിയും അച്ഛൻ അറിയാതെ ഉറക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. പിന്നീട് ഒരു ഓട്ടോ ഡ്രൈവറെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയെന്നാണ് പറഞ്ഞിരുന്നത്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, ഇതൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണ്ടേ, ഇത് മഹാലക്ഷ്മി അറിഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ പ്രശ്നമായത്. എന്തായാലും ഇത് മാത്രമായിരിക്കില്ല, കണ്ണേട്ടനും മഹാലക്ഷ്മിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നണേ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്ക്. ഇത്രയും നാളും ജോലിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോലിയും കൂലിയും ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ CID പണിയായിട്ട് ഇനി നടന്നാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണൻ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ മാർക്കോ എങ്ങനെയായിരിക്കും അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതാ എനിക്ക് മനസ്സിലാവാത്ത. കൃത്യസമയത്ത് അവനിവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ അവൾ പറഞ്ഞു കൊടുത്തത് തന്നെയായിരിക്കും. എന്നാലും അയാൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതാലോ മനസ്സിലാവാത്ത. ഇനിയിപ്പോൾ കരുണമോളുടെ അച്ഛനോ മുത്തശ്ശി ആരെങ്കിലും പറഞ്ഞ് ആ മോഹിനി അറിഞ്ഞിട്ട് മോഹിനി മോളെ വിളിച്ച് പറഞ്ഞതായിരിക്കും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും ആരും പറയാണ്ട് അയാൾ അറിയില്ലല്ലോ. എന്തായാലും അവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ കണ്ണ, അവൻ്റെ ശല്യം എങ്ങനെയെങ്കിലും തീർക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളൊന്നുമല്ല. മേഘന പോലും അവനെ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള അവൻ്റെ അടുത്തേക്ക് പോയാൽ നമ്മളായിരിക്കും അനുഭവിക്കാൻ പോണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്നാലും ഇത് വലിയ കഷ്ടമായി പോയല്ലോ, എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ പോലും അവൻ അനുവദിക്കണില്ലല്ലോ. ആ സമയത്ത് കണ്ണൻ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ഇപ്പോൾ ഒരു ശാന്തി കുറവുമില്ല. അച്ഛൻ ഉപദ്രവിക്കുന്നത് എൻ്റെ ശത്രുക്കളെ മാത്രം, അല്ലാതെ ഞാൻ സ്നേഹിക്കുന്നവരെയോ എന്നെ സ്നേഹിക്കുന്നവരോ അച്ഛൻ ഒരു രീതിയിലും ഉപദ്രവിക്കുന്നില്ല. ഇനി അച്ഛൻ നിങ്ങളെയൊക്കെ ആയിരിക്കും ലക്ഷ്യം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ദുർഗയോട് വന്ന് പറയുന്നുണ്ട്, എന്നാലും അമ്മ ആ പൂജ നടത്താൻ പോലും ആ മാർക്കോ സമ്മതിച്ചില്ലല്ലോ, ഇന്നും അച്ഛനെ കണ്ണേട്ടൻ്റെ അച്ഛൻ ശല്യം ചെയ്തു എന്ന് അച്ഛൻ പറയണേന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും വിശ്വേട്ടൻ മോളുടെ അച്ഛനെ മാത്രം ഇങ്ങനെ ശല്യം ചെയ്യണം, ഇതിനു മുമ്പ് മോളുടെ അച്ഛനും വിശ്വേട്ടനും തമ്മിൽ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച പോലെ ദുർഗയോട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, കണ്ണേട്ടൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയം ദുർഗയും ഇങ്ങനെ സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഖനെയും മഹാലക്ഷ്മീനെയാണ്. ഇന്ന് കണ്ണേട്ടൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പൂജ മാർക്കോ ചെന്ന് കൊളാക്കി കൊടുത്തെന്ന് കേട്ടല്ലോ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഉവ്വ, കണ്ണേട്ടൻ്റെ ആത്മാവിനെ തളയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും അയാളുടെ പിന്നാലെ കണ്ണേട്ടൻ്റെ ആത്മാവ് നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇനി അനന്തുവേട്ടനും കണ്ണേട്ടനും പറയും പോലെ ഈ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് ആ പ്രതാപനെങ്ങാനും ആയിരിക്കുമോ മഹിന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിക്ക് അറിയാലോ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഈ പ്രതാപനാണെന്നുള്ള കാര്യം. അപ്പോൾ മഹാലക്ഷ്മി ഓർക്കുന്നുണ്ട്, എന്തായാലും സത്യങ്ങൾ പതിയെ പതിയെ വെളിയിൽ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഞാനിത് എത്ര നാൾ മറച്ചു വയ്ക്കും? എനിക്കിത് അറിയാമെന്നുള്ള വിവരം കണ്ണേട്ടൻ അറിഞ്ഞാൽ കണ്ണേട്ടൻ എന്നോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാം, ദൈവങ്ങൾ എന്തെങ്കിലും വഴി കാണിച്ച് തരുമായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് കണ്ണൻ വിളിക്കുന്നുണ്ട്. വേഗം തന്നെ ഫോൺ എടുത്തതും കണ്ണേട്ടനെ വിളിക്കണമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ എടുത്തിട്ട് എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം താൻ അറിഞ്ഞില്ലേ വിശേഷങ്ങളൊക്കെ? ഇവിടെ മാർക്കോ വന്ന് നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചിട്ടാണ് പോയത്. അമ്മാവനെയും ഉണ്ണീനെയും കരുണേനെയൊക്കെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മാർക്കോ അവിടെ വന്നതുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം സംശയമൊന്നുമില്ല, ഞാൻ മാർക്കോനോട് മോശമായി തന്നെ പെരുമാറിയത്. അതുമാത്രമല്ല, ഞാൻ അവനോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചു, നീ ഇതെങ്ങനെ അറിഞ്ഞേന്ന് ചോദിച്ചപ്പോൾ മാർക്കോ പറഞ്ഞു, അത് മഹി പറഞ്ഞു വിട്ടതാണെന്ന് തന്നെ പറഞ്ഞേക്കണേ. ഇനിയിപ്പം മഹി അറിഞ്ഞത് എങ്ങനെയാണെന്നുള്ളൊരു സംശയമൊക്കെ ഇവർക്ക് ഉണ്ടാവും. എന്തായാലും അമ്മാവനും അമ്മായിയൊക്കെ പേടിച്ചപ്പോൾ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും നമ്മളിനി കൂടുതൽ ശ്രദ്ധിക്കണം മഹീന്ന്. എന്നാൽ ശരി കണ്ണേട്ടാ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ചതും ലേഖ ചോദിക്കുന്നുണ്ട്, എന്താ മഹി കണ്ണേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവിടെ ചെന്ന് മാർക്കോ പൂജ മുടക്കിയതിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചത്. അതുമാത്രമല്ല, ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ ലേഖ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, അത് എനിക്കും തോന്നി. എന്തായാലും മേഘനേക്കാളും അപകടകാരി ഇപ്പോൾ ആ ഉണ്ണി തന്നെയാണ്. അവനാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്തോ സംശയവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. അതുകൊണ്ട് ഇനി അവൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അടുത്ത ചതി പറ്റാൻ പോണത് അവൻ്റെ കൈകൊണ്ടായിരിക്കും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവനെന്തെങ്കിലും സംശയം ഉണ്ടാവും. കാരണം അന്ന് എന്നെയും കണ്ണേട്ടനെയും അവൻ ഓഫീസിൽ വെച്ച് ഒരുമിച്ച് കണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ സംശയമായിരിക്കും. എന്തായാലും കണ്ണേട്ടനോടൊന്ന് സൂക്ഷിക്കാൻ പറയണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, ഇന്നവിടെ പൂജയ്ക്ക് ചെന്ന മന്ത്രവാദീനെ ആ മാർക്കോ വന്ന് തല്ലി ഓടിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ ആ മന്ത്രവാദി വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്ന് മോള് പറയണ കേട്ടു. ആ വിശ്വനാഥനെ ആരോ കൊന്നതാണ്. അതുമാത്രമല്ല, അവിടെ നിൽക്കണ ഏതോ ഒരാളോട് വിശ്വനാഥന് ഭയങ്കര ശത്രുത ഉണ്ടെന്നും പറഞ്ഞു. അത് സത്യമല്ലേ അമ്മേ? ആ വാമേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? വിശ്വനാഥന് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടായിരുന്നത് വാമേട്ടനോട് തന്നെയാണ്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അപ്പോൾ ആ മന്ത്രവാദിക്ക് നല്ല കഴിവുള്ള മന്ത്രവാദിയല്ലേ? എന്നാൽ ആ മന്ത്രവാദി വേറൊരു കാര്യം കൂടി പറഞ്ഞുകൂടാ, മാർക്കോയെ കണ്ടപ്പോൾ മാർക്കോ പ്രേതത്തിൻ്റെ ആളാന്ന് പറഞ്ഞു എന്ന്. അതേസമയം പ്രതാപം പറയുന്നുണ്ട്, ഞാനത് ഇന്നലെ തന്നെ അമ്മയോട് പറഞ്ഞില്ലേ, ആ പ്രേതം ആ മാർക്കോയുടെ കൂടെ തന്നെ നടക്കുന്നതാണ്. അവൻ ബുള്ളറ്റിൽ പോയപ്പോൾ അവൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിൽ ആ വിശ്വനാഥൻ ഇരിക്കണം ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ലല്ലോ എന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? ആ വിശ്വനാഥനും മാർക്കോയും ഒക്കെ പ്രേതങ്ങളാണോടാന്ന് ചോദിക്കുമ്പോൾ മാർക്കോയും ചിലപ്പോൾ പ്രേതമായിരിക്കും അമ്മേ, അല്ലെങ്കിൽ പിന്നെ ആ മേഘനാണെങ്കിൽ ഇവനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് ഇവൻ മരിച്ചില്ല, ഇവനൊക്കൊരു കുഴപ്പമില്ലാണ്ട് ഇവൻ അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. പക്ഷേ മേഘൻ ഇപ്പോഴും കോമ സ്റ്റേജിൽ കിടക്കുമല്ലേ എന്ന്. ഇത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മിയുടെ രഹസ്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി തന്നെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മളുടെ കണ്ണൻ്റെ റൂമിൻ്റെ അവിടെ വന്നിട്ട് റൂമിൽ കണ്ണനുണ്ടോയെന്ന് നോക്കുമ്പം ശരിക്കും കണ്ണൻ റൂമിലില്ല. എന്നാൽ കണ്ണൻ്റെ ബെഡിൽ കണ്ണൻ്റെ ഫോൺ കിടക്കണം കാണുന്നുണ്ട്. വേഗം തന്നെ ഉണ്ണി വെളിയിലോട്ട് കണ്ണൻ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് റൂമിൽ കയറി കണ്ണൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പം അതിലൊരു
മെസ്സേജ് ഇങ്ങനെ പോയി കിടക്കണ കാണുന്നുണ്ട്. അതിൽ സേവ് ചെയ്തിരിക്കുന്ന പേര് മഹേഷ് എന്ന് തന്നെയാണ്. ആ സമയത്ത് ഉണ്ണി വിചാരിക്കുന്നുണ്ട് മഹേഷ് എന്നും പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്നത് മിക്കവാറും മഹാലക്ഷ്മീനെ ആയിരിക്കും. അപ്പോൾ കണ്ണേട്ടനും അവരും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. എല്ലാവരും ചേർന്ന് ഞങ്ങളെ മാത്രം വിഡ്ഢികളാക്കുക. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവരുടെ കള്ളത്തരം കൈയോടുകൂടി പിടിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കണേ. ആ ഒരു സമയത്താണ് നമ്മുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നത്. കണ്ണനെ കണ്ടതും വേഗം തന്നെ ഉണ്ണി ആ ഫോൺ ആ ബെഡിലോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണനാണെങ്കിൽ ഈ ഉണ്ണി ഫോൺ എടുത്ത് പിടിച്ച് വെക്കുന്നതും താഴെ വെക്കുന്നതൊക്കെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എൻ്റെ ഫോൺ എടുത്ത് പരിശോധിക്കുമായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇവനക്ക് എന്നെയും മഹാലക്ഷ്മിനെയും സംശയമുണ്ട്. എന്തായാലും സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ണേട്ടൻ, ഞാൻ കണ്ണേട്ടനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു എന്നും പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ ആകെ പരിങ്ങി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.